NSS-SNDP ഐക്യം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ എന്ന വാർത്തകൾ ശരിയല്ലെന്ന് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. ഇപ്പോഴത്തെ ചർച്ച ഐക്യത്തെക്കുറിച്ചാണ്. ഐക്യത്തിന് ഒരു രാഷ്ട്രീയ നേതാവിന്റെയും ഒത്താശ വേണ്ടെന്നും ജി സുകുമാരൻ നായർ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ടോബി ജോൺസൺ കോട്ടയത്ത് വിവരങ്ങളുമായുണ്ട്. ടോബി, ഈ ഐക്യ സാധ്യതാ നീക്കങ്ങളൊക്കെ നടത്താൻ രണ്ട് സമുദായ നേതാക്കളും ഒരുമിച്ച്, അല്ലെങ്കിൽ രണ്ട് സമുദായ നേതാക്കളും ഒന്നിനു പുറകെ ഒന്നായി പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ഒരുപോലെ ഉണ്ടായ കാര്യമാണ് വി.ഡി. സതീശനെതിരായിട്ടുള്ള വിമർശനം. അപ്പോൾ ഈ ഐക്യനീക്കം സ്വാഭാവികമായും കോൺഗ്രസിനും വി.ഡി. സതീശനും ഒക്കെ എതിരായ ഒരു രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കൽ കൂടിയാണ് എന്ന വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നു. അത് തിരുത്തുകയാണോ NSS ജനറൽ സെക്രട്ടറി പ്രസ്താവനയിലൂടെ? കുറച്ചുകൂടി വ്യക്തത വരുത്തുകയാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. കാരണം ഇപ്പോഴത്തെ ചർച്ചാ വിഷയം NSS-SNDP ഐക്യം തന്നെയാണ്. അതാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. എന്നാൽ അതിന് അനാവശ്യമായി വി.ഡി. സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന്, രാഷ്ട്രീയ നേതാവിന് മാധ്യമങ്ങൾ അനാവശ്യമായിട്ടുള്ള പ്രാധാന്യം നൽകുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു വിമർശനമായി ഇപ്പോൾ ജനറൽ സെക്രട്ടറി ഒരു റിലീസിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു രാഷ്ട്രീയ നേതാവിനും അങ്ങനെയൊരു ആനുകൂല്യം നൽകുന്നില്ല. NSS-SNDP വേഴ്സസ് വി.ഡി. സതീശൻ എന്നുള്ള നിലയിലാണ് പലരും ഇന്നലെ കാര്യങ്ങൾ ചർച്ച ചെയ്ത്, പല മാധ്യമങ്ങളും ചർച്ച ചെയ്തത്. എന്നാൽ അത് അങ്ങനെയല്ല. ഇപ്പോഴത്തെ ചർച്ച NSS-ഉം SNDP-യും ഒന്നിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഐക്യം സംബന്ധിച്ചുള്ളതാണ്. അതിൽ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. 21-ാം തീയതി SNDP-യുടെ നിലപാട് അവർ പറയും. അതിനുശേഷം NSS-ന്റെ നിലപാട് കൂടിയാലോചനകൾക്ക് ശേഷം പറയാമെന്നാണ് NSS ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിഴുപ്പലക്കലോ അല്ലെങ്കിൽ ഒരു എതിർപ്പോ അല്ല. സതീശനെതിരെ പറഞ്ഞത് 89 വയസ്സുള്ള വെള്ളാപ്പള്ളി നടേശനെ രൂക്ഷമായി വിമർശിച്ച, അത്രയും പ്രായമുള്ള ഒരാളെ വിമർശിച്ചതിലുള്ള എതിർപ്പാണ് സതീശനെതിരെ പറഞ്ഞത്. അല്ലാതെ ഈ വിഷയത്തിലല്ല സതീശനെ കൂട്ടിച്ചേർത്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഒരു വിഷയത്തിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. NSS-SNDP ഐക്യത്തെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി എന്നുള്ള നിലപാടാണ് ഇപ്പോൾ സുകുമാരൻ നായർ റിലീസിലൂടെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും SNDP-യുടെ നിലപാട് അറിഞ്ഞ ശേഷം കൃത്യമായിട്ടുള്ള ഒരു കാര്യം, ഒരു നിലപാട്, NSS-ന്റെ നിലപാട് എന്താണെന്ന് കൂടിയാലോചനകൾക്ക് ശേഷം പ്രഖ്യാപിക്കാനാണ് NSS ഇരിക്കുന്നത്. GK. ടോബി ജോൺസൺ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ജി സുകുമാരൻ നായർ ഒരു വ്യക്തത വരുത്താൻ ഈ പ്രസ്താവനയിലൂടെ ശ്രമിക്കുന്നു എന്നതാണ്. ഏതായാലും കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനങ്ങളിലെ പരാമർശങ്ങൾ കോൺഗ്രസിനെയും വി.ഡി. സതീശനെയും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് എന്ന വ്യാഖ്യാനങ്ങൾക്ക് നടുവിലാണ് ഇപ്പോൾ ജി സുകുമാരൻ നായരുടെ ഒരു പ്രസ്താവന പുറത്തുവരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.